ഹലോ മക്കൾസ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ തിരുമ്പാളിലേറ്റാണ് പോന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് എളാപ്പാൻ്റെ പെരേക്കാണ് നടന്ന്. നമ്മളെ സ്വന്തം പെരായോണ്ട് തന്നെ അവിടുത്തെ സാധനങ്ങളെ സെറ്റ് ചെയ്യേണ്ടത് നമ്മളൊരു കടമയാണല്ലോ. സമൂസ വാങ്ങാൻ പോയപ്പോഴാണെങ്കിലോ ഒടുക്കത്തെ തിരക്ക്. തിക്കിൻ്റെ ഇടയിൽ കൂടെ മൂപ്പര് കൈയിട്ട് കണ്ട് എന്ത് ചെയ്ത് ഒരു 12 സമൂസയും വാങ്ങിയാണ് നമ്മളങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അങ്ങനെ നമ്മളെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ എടുത്തുകൊണ്ട് ടേബിളൊക്കെ കണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് മാത്രമല്ല, അവള് ബാൽക്കണി ഉണ്ട്, അവിടെയും ടേബിളുണ്ട് സെറ്റ് ചെയ്ത്. അതാകുമ്പോൾ എല്ലാവർക്കും റിലാക്സ് ആയിരുന്നു കണ്ട് നോമ്പൊക്കെ പറഞ്ഞ് കണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ അടുക്കളയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്. എളാപ്പാൻ്റെ പെണ്ണുങ്ങളോട് ബീഫ് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊന്ന് പെറുക്കിയാണ്ട് വായിക്കിടുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ബിരിയാണിയുടെ ഇപ്പം കൂട്ടിയാൽ പോലും കിട്ടൂല. നമ്മൾ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഫുഡ് കഴിക്കാണ്ടിരുന്നത്. കാരണം പിറ്റേ ദിവസം എക്സാം ഉള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചേരം അവിടെ ഇരിക്കണ്ടേ, കഴിച്ച പണി നീച്ച് പോകണമെന്ന് മോശമല്ല വിചാരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന്. മുമ്പശയ്ക്ക് പിന്നെ നമ്മളെ കൂടെ തള്ളൊന്നും പറ്റാത്തതുകൊണ്ട് മക്കളെ കൂടെ ഇരുന്ന് കണ്ട് ഒരേ തള്ളാണ്. അതാകുമ്പോൾ ഓൻ്റെ തള്ളിന് ഭയങ്കര പ്രോത്സാഹനം കിട്ടുന്നുള്ളതുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരുന്ന്. നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോൾ മുമ്പശ്ശേരി 2 പൊതി ചോറും കൈക്ക് പിടിച്ചാണ് ഇറങ്ങുന്നത്. അത്താഴക്കാലത്ത് അക്കാണെന്നുണ്ടെങ്കിൽ ആ പൊതി എടുക്കണോ വേണ്ടേ വിചാരിച്ചു കണ്ട് ലാസ്റ്റ് 2 കൽപ്പിച്ച് ഓളെടുത്ത് കണ്ട് ഓൾ ഇറങ്ങി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.